പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നെനിക്ക് വന്ന് ശുശ്രൂഷിക്കുവാൻ തക്കതായ അനുകൂലമായ ഒരു സാഹചര്യം അല്ലായിരുന്നെങ്കിൽ പോലും പ്രിയ ബീന സിസ്റ്റർ ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്നു. ഞങ്ങളിത് അങ്ങനെ വലിയ അടുപ്പമൊന്നും ഇല്ലെങ്കിലും ക്രിസ്തുവിൽ ഒരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ 2026 തുടങ്ങിയതിന് ശേഷം തന്നെ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോഴെനിക്ക് നോ പറയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് എനിക്ക് അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഞാനൊന്ന് ശുശ്രൂഷിക്കാം എന്ന് പറഞ്ഞു. തക്ക സമയത്തിനകത്ത് ജോയിൻ ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് എന്നെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച ബീന സിസ്റ്ററിനും ഇതിനകത്ത് ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും ദൈവ മക്കൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രിയ സിസ്റ്റർ പറഞ്ഞതുപോലെ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് നിങ്ങളുടെ മീറ്റിങ്ങിന് കടന്നു വന്ന് ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് ആ പാട്ട് പാടിയ സൂസൻ വിജിയലെ ആ സിസ്റ്ററിനെയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ മനോഹരമായി താൻ പാടി. ആ പാട്ടിലൂടെ വളരെ ആത്മസാന്നിധ്യം അനുഭവിക്കാൻ എനിക്കും കഴിഞ്ഞു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിലും തന്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. താൻ ബലഹീനയാണെങ്കിലും അത്രയും കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ. പ്രിയ ദൈവമക്കളെ, നമ്മൾ എത്ര ബലഹീനരാണെങ്കിലും ആ ദൈവ സ്നേഹം ആഴത്തിൽ അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, ബലഹീനതയാണെങ്കിലും കർത്താവിന്റെ പ്രവൃത്തികളിൽ ആമേൻ പുറകിലോട്ട് മാറി നിൽക്കത്തില്ല. ആ ബലഹീനതയാണെങ്കിലും ആ ദൈവ സ്നേഹം അവരെ മുന്നിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ആ മുന്നിലേക്ക് കൊണ്ടുവരാൻ കാണിക്കുന്ന ആ മനസ്സാണ് നമ്മുടെ ബലഹീനതകളെ മറന്ന് കർത്താവിനെ സ്തുതിക്കുവാനും പാടുവാനും ആരാധിക്കുവാനും കർത്താവിന്റെ സാക്ഷിയാകാനും കർത്താവിന് വേണ്ടി നിൽക്കാനൊക്കെ നമ്മെ പ്രാപ്തരാക്കുന്നത്. ആ സിസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനിയും പാടുവാൻ പ്രിയ സിസ്റ്ററിനെ കർത്താവ് സഹായിക്കട്ടെ. ആ ശാരീരികമായ എല്ലാ ബലഹീനതകൾക്കകത്തും ദൈവം തനിക്ക് ശക്തി പകർന്നു കൊടുത്ത് തന്നെ പിന്നെയും ജയാളിയായി നടത്തട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം പ്രിയമുള്ളവരെ. ആമേൻ. നമ്മൾ കൂടി വന്നിരിക്കുന്നത് കർത്താവിന്റെ നാമത്തിലാണ്. വെറുതെയുള്ള ഒരു കൂടിവരവല്ല. നമ്മുടെ കൂടിവരവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് അവന്റെ പ്രസൻസ് അനുഭവിക്കണം. നമുക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കണം. മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തി എന്ത് ചെയ്യണം? കേൾക്കണം. ഹല്ലേലൂയ. ആ പ്രസൻസ് അനുഭവിക്കുമ്പോഴും ആമേൻ ആ ദൈവ ശബ്ദം കേൾക്കുമ്പോഴും ആ വചനത്തിന്റെ ശക്തി നാം അനുഭവിക്കുമ്പോഴുമാണ് അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹവുമായി തീരുന്നത്. അങ്ങനെയെങ്കിൽ വെറുതെ ഇതിനകത്ത് ആരും കടന്നു വന്നിട്ടില്ല. വളരെ പ്രതീക്ഷയോടെ, വളരെ ദാഹത്തോടെ, ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കടന്നു വന്നിരിക്കുന്ന തന്റെ ജനത്തോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കട്ടെ. കഴിഞ്ഞൊരു 2025 നമ്മളെ വിട്ട് കടന്നുപോയി. എന്നാൽ 2026 പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഹല്ലേലൂയ. വളരെ പെട്ടെന്നാണ് ദിവസങ്ങളും മണിക്കൂറുകളും കഴിഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ, ഓരോ ദിവസവും നമുക്കൊരു പുതുക്കമുണ്ടാകത്തക്ക നിലകളിൽ ഓരോ ദിവസവും ആ കർത്താവിന്റെ സാന്നിധ്യത്തോട് അടുത്തിരിക്കുന്ന ഒരു അനുഭവം, കർത്താവിനോട് ചേർന്ന് വസിക്കുന്നതായ ഒരു അനുഭവം ഈ നാളുകളിൽ അങ്ങനെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3ാം അധ്യായത്തിന്റെ 14 അതെ 14 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നീടുള്ളത് മറന്നു, മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ടും ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു.
മതി, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. വിവിധമായ ഹല്ലേലൂയ സ്ഥലങ്ങളിൽ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, വ്യത്യസ്തമായ സമയങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ആ തിരുസന്നിധിയിൽ അടുത്തു വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന, ഞങ്ങളുടെ ഹൃദയത്തിന്റെ നിലവുകളെ അറിയുന്ന, ഞങ്ങളുടെ സാഹചര്യങ്ങളെ അറിയുന്ന ആ നല്ല കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിലുള്ളതിനായി ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവ്, ആ ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ ജനം അനുഭവിച്ചറിയത്തക്ക നിലകളിൽ ഞങ്ങൾ വായിച്ച വചനത്തിലൂടെ അതിന്റെ കർത്താവെ ആഴങ്ങൾ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഒരു വ്യക്തിയോട് പോലും സംസാരിക്കാതെ പോകരുതേ. അവൻ സകല വ്യക്തികളോട് ദൈവാത്മാവ് അവിടുന്ന് സംസാരിക്കണമേ, അവിടുന്ന് ഇടപെടുമാറാകണമേ. അവിടുത്തെ വചനത്തിന് ജീവനുണ്ട് കർത്താവേ, അവിടുത്തെ വചനത്തിന് ശക്തിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവിടുത്തെ വചനം ഞങ്ങളുടെ പാതയ്ക്ക് ദീപമാണ്, ഞങ്ങളുടെ കാലിന് ദീപമാണ്, ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാണ്. യേശുവിന്റെ നാമത്തില് ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ, അത് ജീവിതങ്ങളെ തൊടട്ടെ. ഇന്ന് രാത്രി അവരുടെ മുമ്പിൽ എത്ര അസാധ്യതകളായ വിഷയങ്ങൾ നിന്നാല് വചനത്തിന്റെ ശക്തി ചലിക്കുമ്പോൾ അവരിൽ ഒരു പുതിയ ശക്തി വ്യാപരിക്കുവാൻ, ഒരു പുതിയ ബലം വ്യാപരിക്കുവാൻ, ഇരിക്കുന്നിടം മറന്നുകൊണ്ട് എന്റെ അപ്പനെ ഒന്ന് ആർത്ത് സ്തുതിക്കത്തക്ക നിലകളിൽ ആമേൻ വ്യക്തിപരമായി ഹൃദയങ്ങളെ തൊട്ടുകൊണ്ട് ഇന്ന് രാത്രി ആത്മാവേ അവിടെ നിന്ന് ഇടപെടുമാറാകണമേ. ഇന്ന് രാത്രി ചില വിടുതലുകൾ ചലിക്കത്തക്ക നിലകളിൽ, ചില ജീവിതങ്ങൾ ആത്മാവിൽ എഴുന്നേൽക്കത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കാറ്റ് ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കട്ടെ. ഓ ഹല്ലേലൂയ. ആത്മസാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കട്ടെ, ആത്മശക്തി വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കട്ടെ. മഹത്വം ചാലിക്കട്ടെ ഇന്ന് രാത്രി വ്യക്തികളിൽ, ആ മഹത്വം ചാലിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തി ചലിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കട്ടെ. കർത്താവേ, നിന്റെ പരിമിതികൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അടിയനെ എടുത്ത് ഉപയോഗിക്കും. പൊന്നു കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എല്ലാ മാനവമഹത്വം പുകഴ്ചയും എന്റെ കർത്താവിന് തരുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ഹല്ലേലൂയ ശുശ്രൂഷകൾ ചെയ്ത് എടുപ്പിക്കുന്നതിനായി സ്തോത്ര കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സൂം മീറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആ സ്തുതിയുടെ വലിപ്പം എത്രയുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എങ്കിലും കർത്താവിനറിയാം നിങ്ങളെ എപ്രകാരം സ്തുതിക്കുന്നെന്ന്, എപ്രകാരം നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് കർത്താവിനറിയാം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വരാം, കാരണം നമ്മുടെ മുമ്പിൽ 1 മണിക്കൂറാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അത്രയും സമയം കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആ ചുരുങ്ങിയ ഒരു ദൂത് നിങ്ങളോട് കൈമാറി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒന്നു ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക്, ആമേൻ, എന്ന് പറഞ്ഞ ആ വിരുദിനായി ആ ലാക്കിലേക്ക് ഓടുന്നു എന്നാണ്. സ്തോത്രം. നമുക്കറിയാം പൗലോസ് ഫിലിപ്പിയ കാരാഗൃഹത്തിൽ, അതായത് ആ തടവറയിൽ ആയിരിക്കുമ്പോഴാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ഹല്ലേലൂയ. പൗലോസിനെ കുറിച്ച് അറിയാത്തവർ ആരും ഇതിനകത്ത് ഉണ്ടായിരിക്കത്തില്ല. ആമേൻ. പൗലോസിനെ കുറിച്ച് നമുക്ക് വ്യക്തതയോടെ അറിയാം. പൗലോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പൗലോസിനെ ഒരു വ്യക്തി അപ്പോസ്തലനാക്കിയതല്ല, കർത്താവ് നേരിട്ട് അനോയിന്റിങ് ചെയ്ത് അപ്പോസ്തലനാക്കിയ ഒരു വ്യക്തിയാണ് പൗലോസ്.
പൗലോസ്. ഹല്ലേലൂയ. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ കൊന്നു മുടിച്ച് ആമേൻ സഭകളൊക്കെ തകർത്ത് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിന്റെ പിടി പൗലോസിന്റെ മേൽ വീഴുന്നത്. ഹല്ലേലൂയ. ആ പൗലോസ് ആമേൻ പിന്നത്തേതിൽ പറഞ്ഞു, ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരുന്നെന്ന് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, എനിക്ക് ലാഭമായതൊക്കെ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി എന്ന് പൗലോസ് പറയാനിടയായി. അതൊന്നും പാഴ്വാക്കുകളല്ല പ്രിയമുള്ളവരെ. വളരെ സമർപ്പണത്തോടെ ഹല്ലേലൂയ താൻ എന്താണെന്ന് ബോധ്യത്തോടെ ആമേൻ തന്നെ ക്രിസ്തു എന്ത് ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ ദർശനത്തോടെയാണ് ഹല്ലേലൂയ ഈടുറ്റ 14 ലേഖനങ്ങൾ പൗലോസ് എന്ത് ചെയ്ത് പരിശുദ്ധാത്മാവിൽ നിയോഗിതനായി നമുക്ക് വേണ്ടി എഴുതിയത്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ. തടവറയിൽ പ്രത്യേകിച്ച് കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ ലേഖനങ്ങൾ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ആമേൻ മാനുഷികമായ നിലയിൽ അത് അസാധ്യമാണ്. പക്ഷേ ഒരുവനെ പരിശുദ്ധാത്മാവ് നയിച്ചാൽ തടവറയിലാണെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിലും രോഗത്തിലാണെങ്കിലും ഹല്ലേലൂയ കഷ്ടതയുടെ നടുവിലാണെങ്കിലും പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപക്ഷെ പാട്ടുകൾ പുറത്തു വന്നെന്നിരിക്കും. ഹല്ലേലൂയ പുസ്തകങ്ങൾ പുറത്തു വന്നെന്നിരിക്കും. പുതിയ കാഴ്ചപ്പാടുകൾ പുറത്തു വന്നെന്നിരിക്കും. ഹല്ലേലൂയ. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ വിചാരിക്കുന്നത് സുഖലോലിതമായ അനുഭവങ്ങളുടെ നടുവിൽ നിൽക്കുന്നതാണ് ദൈവകൃപ എന്നാണ്, അതെന്നാണ് ബ്ലെസ്സിങ് എന്ന് വിചാരിക്കുന്നത്. നോ. ഹല്ലേലൂയ. ആമേൻ. നീ കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോഴാണ് ഏറ്റവും അധികം ദൈവിക പ്രസൻസ് അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവമായി ആഴമായി അടുക്കാൻ കഴിയുന്നതും ആമേൻ പുതിയ വെളിപ്പാടുകളുടെ കലവറകൾ തുറന്നു വരുന്നതും പ്രിയമുള്ളവരെ ആമേൻ കാരാഗൃഹത്തിനു തുല്യമായ മരണത്തിനു തുല്യമായ പ്രതിസന്ധികളുടെ നടുവിലാണ്. അത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നോക്കണമേ പ്രിയമുള്ളവരെ, ഈ പൗലോസ് ആ തടവറയിലായിരിക്കുമ്പോൾ ഈ ലേഖനം എഴുതി, ഒന്നു ഞാൻ ചെയ്യുന്നു അല്ലേ, പിൻപിലുള്ളത് ഞാൻ മറക്കുന്നു എന്ന് പറഞ്ഞാൽ നോക്കണമേ ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള പൂർണ്ണ ആ ജ്ഞാനമോ അല്ലെങ്കിൽ പൂർണ്ണ നീതിയോ പൗലോസ് ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. അവൻ ഇന്നുവരെയും ആമേൻ പൂർണ്ണനല്ല. സ്തോത്ര സ്തോത്ര. പൂർണ്ണനെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ തെറ്റി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ സഹോദരി പറഞ്ഞതനുസരിച്ച് തനിക്ക് ഒട്ടും പാപമില്ല എന്നാണ്. ഹല്ലേലൂയ. താൻ വളരെ പൂർണ്ണയാണ്, പെർഫെക്റ്റ് എന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ ഹല്ലേലൂയ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ ഇവിടെ താൻ പൂർണ്ണനല്ല. എന്നാൽ ക്രിസ്തുവേശുവിനാൽ താൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പിടിക്കാമോ എന്ന് വെച്ച് ഹല്ലേലൂയ താൻ എന്ത് ചെയ്യുന്നു, പിന്തുടരുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ പ്രിയമുള്ളവരെ? ക്രിസ്തുവിനാൽ നാം പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നു. പാപം ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ചാൻസ് ഉള്ളപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു മാറാനുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ഇന്ന് രാത്രി ഞാൻ പറയാം, ക്രിസ്തുവിനാൽ നീ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പിന്മാറി പോകാതെ ആ സ്നേഹത്തിൽ വീണ്ടും അടുക്കാൻ കഴിയുന്നതിന്റെ കാരണം ക്രിസ്തുവിനാൽ നീ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. എത്ര പേർക്കത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയും? ഇവിടെ നോക്കണമേ, പൗലോസ് എന്താണ് ആമേൻ, കർത്താവ് തന്നെ താൻ പൂർണ്ണനല്ല, പക്ഷേ ആമേൻ സ്തോത്ര ക്രിസ്തുവേശുവിനാൽ താൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം. പിടിക്കാമോ എന്ന് വെച്ച് താൻ പിന്തുടരുന്നതേ ഉള്ളൂ. അതായത് ഹല്ലേലൂയ ആമേൻ സ്തോത്ര വിശുദ്ധിയും പൂർണ്ണതയും ആമേൻ ആ പക്വതയുമുള്ള ഹല്ലേലൂയ ആമേൻ ആ പക്വതയും പിടിക്കാമോ എന്ന് വെച്ച് പൗലോസ് എന്ത് ചെയ്യുന്നതേ ഉള്ളൂ, പിന്തുടരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:4 നമ്മൾ വായിക്കുമ്പോൾ ആമേൻ, വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്, അല്ലേ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പിടിച്ചത് എന്തിനാണ് പ്രിയമുള്ളവരെ? ലോക സ്ഥാപനത്തിനു മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്തിനാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തത്? നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ക്രിസ്തു നമ്മെ പിടിച്ചിരിക്കുന്നു എന്ന് നാം ആദ്യം ഓർക്കണം. കാരണം വചനം പറയുന്നു, നമ്മൾ അവനെ തിരഞ്ഞെടുത്തതല്ല, പിന്നെ അവൻ നമ്മെ തിരഞ്ഞെടുത്തതാണ്, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ പാട്ടുപാടില്ല, തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂസിൻ സ്നേഹം ആമേൻ എന്നെ നേടിയതാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളെ ഓരോരുത്തരെ നോക്കി ആത്മാവിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നിങ്ങൾ ക്രിസ്തുവിനെ പിടിച്ചതല്ല, കർത്താവ് നിങ്ങളെ പിടിച്ചതാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ഉറപ്പുള്ളവർ മാത്രമൊന്ന് ദൈവത്തെ ഇരു കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. എന്നെ എൻ്റെ അപ്പ പിടിച്ചതാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, നമുക്ക് നിശ്ചയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവനെ പിടിക്കാൻ പറ്റും, അല്ലേ? ഹല്ലേലൂയ. കർത്താവ് നമ്മെ പിടിച്ചിരിക്കുന്നെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവിനെ കണ്ടറിഞ്ഞവരുമുണ്ട്, അല്ലേ? ബിന്ദു ബൈജു സിസ്റ്ററെ, അവൻ കേട്ടറിഞ്ഞവരുമുണ്ട്, അല്ലേ? എന്നാൽ രുചിച്ചറിഞ്ഞവരുമുണ്ട്. അവൻ ഈ കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരൊക്കെ എന്ത് എന്നറിയാമോ? അവരെ ഉദ്ദേശിച്ചതായ അനുഭവങ്ങൾ കർത്താവിൽ നിന്ന് അവൻ അവർക്ക് ലഭിച്ചില്ല എങ്കിൽ അവർ പാതി വഴിയിൽ എന്ത് ചെയ്യും? പിന്മാറിപ്പോകും. പക്ഷേ രുചിച്ചറിഞ്ഞവരുണ്ട്. അവർ ജീവിതത്തിൽ എന്തൊക്കെ കടന്നു വന്നാലും രുചിച്ചറിഞ്ഞവനെ, അതായത് ക്രിസ്തു പിടിച്ചവനെ, കർത്താവ് പിടിച്ചവന് ഒരിക്കലും പിന്മാറിപ്പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ എന്തു വന്നാലും ആ കാൽക്കൽ കിടക്കും. അവൻ എന്തു വന്നാലും പറയും, അപ്പാ നീ മതി എനിക്ക്. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ എനിക്കുണ്ട്, പ്രതിസന്ധികൾ എനിക്കുണ്ട്, രോഗങ്ങൾ എനിക്കുണ്ട്, വേദനകൾ എനിക്കുണ്ട്. പക്ഷേ അതിന്റെ നടുവിൽ ഞാൻ കൊതിക്കുന്നത് നിന്റെ സാന്നിധ്യത്തെയാണ്. ആമേൻ. കർത്താവുമായുള്ള ആ ബന്ധത്തെയാണ്. നിന്നോടൊന്ന് അടുത്തിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ആമേൻ. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ പറയും, രോഗം എനിക്കൊരു പ്രശ്നമല്ല, പ്രതിസന്ധികൾ എനിക്കൊരു പ്രശ്നമല്ല, ഒറ്റപ്പെടൽ എനിക്കൊരു പ്രശ്നമല്ല, കണ്ണുനീരിന്റെ താഴ്വര എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഞാൻ അവനെ രുചിച്ചറിഞ്ഞതാ. ഹല്ലേലൂയ. റബാന ശറഖാന. ഇന്ന് രാത്രി ഞാൻ പറയാം, രുചിച്ചറിഞ്ഞ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നിനക്കൊരിക്കലും പിന്മാറി പോകാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ആരൊക്കെ മാറിപ്പോയാലും, ആമേൻ, നിന്റെ പ്രാണൻ പോലും അപകടത്തിലാകുന്നു എന്ന് നിനക്ക് തോന്നിയാലും നിനക്കൊരു ഉറപ്പുണ്ട്, മരണത്തിലും എന്നെ വിട്ടുപിരിയാത്ത ഒരു സ്നേഹം എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട്. Hallelujah. അതെ ബിന്ദു ബൈജു സിസ്റ്ററെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രിയ സിസ്റ്ററിനോട് ഇങ്ങനെ പറയുകയാണ്, 2026 ഹല്ലേലൂയ, 2025 നീ ആയിരുന്നത് പോലെയല്ല. നിന്റെ തലങ്ങൾക്കകത്ത്, നിന്റെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്ന നാളുകളെന്ന് ദൈവാത്മാവ് വ്യക്തമായി പ്രിയ സിസ്റ്ററിനോട് ആലോചന പറയുകയാണ്. നിന്റെ ഹൃദയത്തിൽ വളരെ വെമ്പലുണ്ട്, നിന്റെ ഹൃദയത്തിൽ വളരെ ആഗ്രഹമുണ്ട്, വളരെ ആശയുണ്ട്, എപ്പോഴും ആ പ്രാണപ്രിയനോടൊന്ന് പറ്റിയിരിക്കുവാൻ. എന്നാൽ ആത്മാവ് ഇടപെടുകയാണ്, നിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം ഒന്ന് കുതിച്ച് കയറുവാൻ ഈ 2026 നിന്നെ പ്രാപ്തയാക്കുന്ന ഒരു വർഷമാണെന്ന്, നിന്നെ ആദരിക്കുന്ന ഒരു വർഷമാണെന്ന്
പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്നെ ആദരിക്കാതെ പോയ ചിലരുണ്ട്. ഒരു മാന്യത പോലും തരാതിരുന്നവരുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രിയ ബിന്ദു സിസ്റ്ററിനോട് പറയുകയാണ്, നിന്നെ ആദരിക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. ഈ നാളുകളില് അതായത് അടയാളത്തോട് കൂടെ ഇത് ദൈവം തന്നെയാണ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്ന് നീ പറയത്തക്ക നിലകളിൽ ആമേൻ ചില സാധ്യതകൾ നിനക്ക് വേണ്ടി തുറന്നു വരുന്നുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. ആമേൻ. കൊരിന്ത്യരിൽ പറയുന്നത് പോലെ സബലവും വിശാലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികൾ പലരുണ്ട്. നിന്റെ വാതിലുകൾ വലുതാണ്, പക്ഷേ എതിരുണ്ട്. പക്ഷേ വാതിലുണ്ടോ? എതിരുണ്ട്. അതേ പ്രിയ ബിന്ദു സിസ്റ്ററെ, ഇന്ന് രാത്രി ഉറയ്ക്ക് ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുക. അസാധാരണമായ സാന്നിധ്യം ആ പ്രിയ സിസ്റ്ററിനെ തൊടട്ടെ. തന്റെ തല മുതൽ പാദം വരെ അസാധാരണമായ ദൈവശക്തി തന്റെ മേൽ വ്യാപരിക്കട്ടെ. ആ ശരീരത്തിൽ ഇപ്പോൾ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. താൻ ഫ്രീ ആകാൻ ആഗ്രഹിക്കുന്ന മേഖലകൾക്കകത്ത് ഈ ദിവസങ്ങൾ ഫ്രീ ആകട്ടെ. ദൈവം അത് ചെയ്യുന്നതിനായി നന്ദി പറയുകയാണ്, നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നോക്കണമേ പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മെ എന്ത് ചെയ്യാണ്? പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എന്താണ് പ്രിയമുള്ളവരെ? കർത്താവ് നമ്മളെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആമേൻ. അവനെ പ്രാപിക്കുന്നതിനും ആത്മീകമായി നമുക്ക് അവനെ പിടിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നാം പിടിക്കുമ്പോൾ ഇത് ചിലരോടുള്ള ദൂതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. നോക്കണമേ, നാം അവന്റെ കരത്തിൽ പിടിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കരം ബലഹീനമാണെങ്കിൽ ആമേൻ, നിന്നെ പിടിച്ചിരിക്കുന്ന കരം ശക്തമാണെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അതെ, നമ്മൾ ബലഹീനരാണെങ്കിലും നിന്റെ കരം ബലഹീനമാണെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ പിടിച്ചിരിക്കുന്ന കരം ശക്തമാണ്. ആ കരം ശക്തമായതുകൊണ്ട് ആ കരത്തിൽ നിന്ന് നിന്നെ പിടിച്ചു പറിക്കാൻ, ആമേൻ, നിന്നെ തകർത്തു കളയാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി നീ ഉറക്ക്. നീ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളെ നോക്കി ആത്മാവിൽ നീ പറ, എന്നെ പിടിച്ചിരിക്കുന്ന കരം ശക്തമായത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല. ചിലരെ ഇന്ന് രാത്രി ആ കരം ശക്തമായി തൊടുകയാണ്. ചില സഹോദരന്മാരെ തൊടുകയാണ്, ചില സഹോദരിമാരെ തൊടുകയാണ്, ചില മാതാക്കളെ തൊടുകയാണ്. നിന്റെ ബലഹീനതകൾക്കകത്ത് നിനക്ക് കഴിയത്തില്ലെന്ന് നീ പറയുന്ന കർത്താവ് പ്രവർത്തിച്ചേ പറ്റത്തുള്ളെന്ന് നീ പറയുന്ന മേഖലയ്ക്കകത്ത് ഇന്ന് രാത്രി അവൻ നിന്നെ പിടിക്കുകയാണ്. അശക്തമേറിയ കരം ചിലരെ തൊടുന്നു. ഇതിനകത്ത് ചിലരെ തൊടുന്നു. ആ അസാധാരണമായ കരം അതൊരു മാനുഷിക കരമല്ല. ഇന്ന് രാത്രി നിന്നെ തൊടുന്നത്, ഇന്ന് രാത്രി നിന്നെ തൊടുന്നത് ആമേൻ ഹല്ലേലൂയ ആ ശക്തമേറിയ കരമാണ്. നീ വിശ്വസിക്ക്. ചിലർ തലയിൽ കരം വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റൂ. നിങ്ങളുടെ കരത്തിന് മീതെ മറ്റൊരു കരം ഇരിക്കുന്നത്. ചിലതിനെ തൊടട്ടെ. ചിലതിന്റെ മിനിസ്ട്രി മാറട്ടെ, ചിലതിന്റെ ചിലതിന്റെ പരിധികൾ പൊളിയട്ടെ. യേശുവിന്റെ നാമത്തില് ആരാധിച്ചോ. ചില മേഖലകൾക്കകത്ത് ഇന്ന് രാത്രി ദൈവകരം ചലിക്കുകയാണ്. നീ പ്രതീക്ഷിക്കുന്ന ചില മേഖലകൾക്കകത്ത് ഇന്ന് രാത്രി അസാധാരണമായ ദൈവകരം നിന്റെ കുടുംബത്തിന്, നിന്റെ മേൽ മാത്രമല്ല നിന്റെ കുടുംബത്തിന്റെ ഇറങ്ങി വരികയാണ്. അസാധാരണമായ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുകയാണ്.
ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, നിന്നെ പിടിച്ചിരിക്കുന്ന കരം ശക്തമാണെന്നേ. ഹല്ലേലൂയ. ആ കയ്യിൽ നിന്നുണ്ടല്ലോ ബീന സിസ്റ്ററെ, അതെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ബദേൽ മാത്യു, ആമേൻ സ്തോത്രം. അജയ്, ഹല്ലേലൂയ. ഓ രാജാ നാസേക്കാന, വഴുതി പോകാൻ, വഴുതി പോകാൻ അതെ ദാനിയേൽ യേശുവിന്റെ നാമത്തിൽ അനുവദിക്കത്തില്ല, അനുവദിക്കത്തില്ല. ശത്രു എത്ര ശ്രമിച്ചാലും, പ്രതിബന്ധങ്ങൾ നിനക്കെതിരെ എത്ര ശക്തമായിരുന്നാലും, ഇന്ന് രാത്രി ആത്മാവ് നിന്നെ നോക്കി പറയുകയാണ്, ആ കരത്തിൽ നിന്ന് വഴുതി പോകും. ഹല്ലേലൂയ. അവൻ നിന്നെ അനുവദിക്കത്തില്ല, അനുവദിക്കത്തില്ല, അനുവദിക്കത്തില്ല. ഇതൊരു സൂം മീറ്റിംഗ് ആണെങ്കിലും ഇതൊരു അസാധാരണമായ മീറ്റിംഗ് ആണ്. ചിലരെ തൊടുന്ന രാത്രിയാണ്, ചിലതിന്റെ പരാജയങ്ങൾ മാറുന്ന രാത്രിയാണ്. ആ കരത്തിൽ നിന്ന് ആത്മാവിൽ പ്രഖ്യാപിക്ക്, ആ കരത്തിൽ നിന്ന് ഞാനും എന്റെ കുടുംബവും വഴുതി പോകത്തില്ല. ഇന്ന് രാത്രി ശത്രുമണ്ഡലങ്ങൾ പൊളിയുകയാണ്. വൈശാചിക പദ്ധതികൾ ചില വ്യക്തികൾക്കെതിരെ, ചില കുടുംബങ്ങൾക്കെതിരെയുള്ള, ചിലതിനെ മുന്നോട്ട് വിടാതെ, ചിലതിനെ ഞെരുക്കുന്ന, വല്ലാതെ ഭാരപ്പെടുത്തുന്ന, ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളെ മാറ്റിമറിക്കുന്ന, ഐക്യതകളെ കെടുത്തുന്ന, സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പൊടിയുകയാണ്, പൊടിയുകയാണ്, പൊടിയുകയാണ്. ചില മേഖലകൾക്കകത്ത് ചില ജീവിതങ്ങൾ അസാധാരണമായ പ്രസൻസ് അനുഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തില് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വചനം എത്രത്തോളം ഫിനിഷ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ധ്യാനിച്ചു വന്നൊരു മേഖലയിലേക്കല്ല ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. ആമേൻ. പ്രത്യേകമായ ഒരു തലത്തിലാണ് ആത്മാവ് ഉപയോഗിക്കുന്നത്. ആമേൻ സ്തോത്രം. നോക്കണമേ, വഴുതി പോകത്തില്ല. പറ, പറ, ഉറപ്പോടെ പറ, ഞാൻ വഴുതി പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല. എന്നെ പിടിച്ചിരിക്കുന്ന കരം ശക്തമാണ്, ആ കരം ശക്തമാണ്. എത്ര പ്രതിസന്ധി എനിക്കുണ്ടെങ്കിൽ എന്നെ കഷ്ടതയുടെ നടുവിൽ ജീവിപ്പിക്കുന്ന ഒരു സാന്നിധ്യം എന്റെ മേലുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ തകരത്തില്ല, എന്റെ തലമുറ തകരത്തില്ല. ഓ റേമേനേഷേ, തലമുറയെ നോക്കി നീ പ്രഖ്യാപിക്ക്, എന്റെ തലമുറ തകരത്തില്ല. ചില തലമുറകൾക്കായി ചില പുതിയ ഡോറുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. എനിക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. തലമുറയുടെ പുതുവഴികൾക്കായി പ്രാർത്ഥിക്കുന്ന ആത്മാവ് പറയുകയാണ്, തലമുറകൾക്കായി ചില പുതിയ ഡോറുകൾ, രാജ്യത്തിന്റെ ഡോറുകൾ ഇന്ന് രാത്രി തുറക്കുകയാണ്. ചിലതിന് വിസ അടിക്കുകയാണ് യേശുവിന്റെ നാമത്തില്. ഓ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി കർത്താവിന്റെ കരം തൊടുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കണം. നോക്കണമേ, പൗലോസ് പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഹല്ലേലൂയ. പൗലോസ് പൂർണ്ണമായി ഏകാഗ്രത ചിത്തനാണ്. പ്രിയമുള്ളവരെ, നാമും എങ്ങനെയായിരിക്കണം? വചനം പറയുന്നില്ലേ, തങ്ങൾ ഏകാഗ്രത ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് കരമുയർത്തിയൊന്ന് സ്തുതിക്ക്. ഹല്ലേലൂയ. നീ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഏകാഗ്രത ചിത്തമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയോടെ ആയിരിക്കണം. പൗലോസ് പറഞ്ഞില്ലേ, കൊരിന്ത്യരിൽ പറഞ്ഞു, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകുമോ എന്ന് എന്ത് ചെയ്യുന്നു? ആമേൻ. നിങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നെന്ന് പറഞ്ഞല്ലേ? ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഏകാഗ്രത വിട്ടുപോകരുത്. ശലോമോനെ നോക്ക്, അവന്റെ കുഴപ്പം എന്തായിരുന്നു? ആ ഏകാഗ്രത വിട്ടുപോയി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. ആമേൻ. തന്റെ ഉദ്ദേശത്തിൽ നിന്ന് ഹല്ലേലൂയ വ്യതിചലിപ്പിക്കുവാൻ താൻ ഒന്നിനെയും അനുവദിക്കുകയില്ല. ആമേൻ. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് എന്തെങ്കിലും പ്രാപിക്കുന്നതിലല്ലെന്നേ. നിന്നെ അപ്പൻ വേർതിരിച്ചത് നിനക്കൊരു നിത്യതയുണ്ട്, നിനക്കൊരു ഭവനമുണ്ട്. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ഒരു സഭയുടെ അംഗമായി തീർന്നത് കൊണ്ട്, അന്യഭാഷ സംസാരിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്നാനപ്പെട്ടത് കൊണ്ടൊന്നും നീ നിത്യതയിൽ പ്രവേശിക്കുകയില്ല.
ഹല്ലേലൂയ. കർത്താവിനെ നമ്മൾ ആമേൻ സ്തോത്രം നമുക്ക് വീട് കിട്ടാനും ആമേൻ ഞാൻ ഹല്ലേലൂയ ആ ദൂത് കയറി വന്നു കേട്ടോ. ആമേൻ രാജ്യത്തിലേക്കുള്ള കുഞ്ഞുങ്ങൾക്കായുള്ള ഓപ്പണിംഗ് കയറി വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഞാൻ പറയട്ടെ, ഈ ലോകത്ത് നമുക്ക് വീട്, കാറ്, ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ പ്രാപിക്കുന്നതിലല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമുക്കൊരു നിത്യ ഭവനമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. ഇന്ന് നിന്റെ പ്രാണപ്രിയൻ വന്നാലും പോകാമെന്ന പ്രത്യാശ എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈ 2026 ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. ഈ 8:30 ഇപ്പോൾ 8:34. ഈ സമയം നമ്മുടെ കർത്താവ് വന്നാൽ പോകുമെന്ന് എത്ര പേർക്ക് നിശ്ചയമുണ്ട്? ഉറപ്പുള്ളവര് മാത്രം ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, സ്തോത്രം. ചിലരുടെ കരമൊന്നും പൊങ്ങുന്നില്ല. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ചിലരോടൊക്കെ ഈ കരം പൊക്കാൻ പറയുമ്പോഴേ ഇങ്ങനെ പൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ, ഉണ്ടെന്നുമാണ്, ഇല്ലെന്നുമാണ്. ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് താത്തേക്കാം എന്നാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ എപ്പോഴും ഉറപ്പുള്ളവരായിരിക്കണം, നമ്മൾ എപ്പോഴും കുലുങ്ങാത്തവരായിരിക്കണം. നമ്മുടെ കർത്താവ് ആരാണ്, നിന്നെ എന്തിനു വേണ്ടിയാണ് അവൻ വേർതിരിച്ചത് എന്ന് നീ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ആ നിത്യത വരെയും നിനക്ക് അനേക പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഇന്ന് വരെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി നിന്നെ തകർത്തിട്ടുണ്ടോ? വളരെ ഭയാനകമായി വന്നിട്ടുണ്ട്. ഇപ്പം തകർക്കുമെന്ന് പറഞ്ഞ് ഒന്ന് ചിന്തിച്ചു നോക്ക്. അതിനെയെല്ലാം ജയിക്കാൻ അപ്പൻ കൃപ തന്നെങ്കിൽ നാളെയും അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ. ആ നിത്യതയിൽ നീ എത്തുന്നത് വരെയും നിന്നെ അപ്പൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. എന്റെ ഒരു സാക്ഷ്യം കൂടെ പറയാം. കഴിഞ്ഞ മുന്നിലത്തെ ആഴ്ചയിൽ എനിക്ക് ഒന്നാമത് ആമവാദമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എനിക്ക് നോർമലാണ് ബീന സിസ്റ്ററെ. ഹല്ലേലൂയ. 2 വർഷമായി ഞാൻ വിശ്വാസത്താലാണ് മെഡിസിൻ എടുക്കാതെ നിൽക്കുന്നത്. ആമവാദം ഒരിക്കലും നോർമൽ ആകത്തില്ല. 2 മെഡിസിൻ എടുക്കാതെ ഒരിക്കലും ജീവിക്കാനും പറ്റത്തില്ല. പക്ഷെ ഞാൻ ജീവിച്ചത് എൻ്റെ അപ്പന്റെ കൃപയാലാണ്. ഹല്ലേലൂയ. പുകഴാൻ എനിക്കൊന്നുമില്ല പ്രിയമുള്ളവരെ. ഞാൻ അത്രമാത്രം ക്രിട്ടിക്കലായ സ്റ്റേജിൽ നിന്ന് കയറി വന്ന ഒരാളാണ്. ഹല്ലേലൂയ. ഞാൻ എവിടെ ശുശ്രൂഷിക്കാൻ പോയാലും അവിടെ ആമവാദമുള്ള ഒരാൾ കണ്ടിരിക്കും. സ്തോത്ര, സ്തോത്ര, സ്തോത്ര. ഹല്ലേലൂയ. അപ്പൊ കഴിഞ്ഞ ആഴ്ചയില് എനിക്ക് ഡോക്ടർ മെഡിസിൻ തരുമ്പോൾ ക്യാൻസറിനെ തടഞ്ഞുകൊണ്ടുള്ളൊരു ടാബ്ലറ്റാ തന്നിരിക്കുന്നത്. കാരണം ഈ രോഗം പിന്നത്തേതിൽ ക്യാൻസറിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷെ ക്യാൻസറിനെ എനിക്ക് ഭയമില്ല, അതിനേക്കാൾ വലിയവനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിലുള്ള ഉറപ്പിലും വിശ്വാസത്താലുമാണ് ഞാൻ മെഡിസിൻ എടുക്കാത്തത്. ഹല്ലേലൂയ. അപ്പോ എനിക്ക് എൻ്റെ തലയ്ക്കകത്ത് മൊത്തം പെയിൻ ആയിരുന്നു പ്രിയമുള്ളവരെ. ഈ മുഖം നിറച്ച് നീരായിരുന്നു. എന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേട് തോന്നും. കാരണം വിരൂപമായ ഒരു മുഖം. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ സന്തോഷാന് വളരെ ടെൻഷൻ ഉണ്ടായി. കാരണം ഞാൻ ആ ക്രിട്ടിക്കലായ അനുഭവത്തിലൂടെ പോകുമ്പോൾ എന്നെ നോക്കിയത് എൻ്റെ സന്തോഷാനാണ്. വീണ്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. ആമേ. ആദ്യത്തെ ദിവസം എൻ്റെ മുഖത്ത് നല്ല നീരായിരുന്നു. അന്ന് സൗദിയിൽ നിന്നൊരു ഫാമിലി ഇവിടെ വരികയായിരുന്നു. ഞാനൊന്ന് ശക്തമായി പ്രാർത്ഥിച്ചു, കർത്താവേ, അവരെന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ എൻ്റെ മുഖം വിരൂപമായിരിക്കാൻ പാടില്ല. ഞാൻ പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തെന്നറിയാമോ? അവർ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തിന്റെ ഭാവം അങ്ങ് മാറി, നല്ല മുഖമായി മാറി. പിറ്റേ ദിവസവും എനിക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടായി. ഭയങ്കരമായ തലയ്ക്കകത്ത് മൊത്തം വേദന. അതിങ്ങനെ ഷോൾഡർ അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് ആ വേദന. ഹല്ലേലൂയ. പക്ഷേ ഞാൻ കട്ടിലേൽ കിടക്കുമ്പോഴും എൻ്റെ അപ്പന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറഞ്ഞു,
ആമേൻ, സ്തോത്രം. അവന്റെ ആലയത്തിൽ നടുതലയായവർ അവന്റെ പ്രാകാരങ്ങൾ തഴച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഈ വർഷം തഴയ്ക്കും, എന്റെ മിനിസ്ട്രി തഴയ്ക്കും, എന്റെ തലമുറ തഴയ്ക്കും, എന്റെ ആരോഗ്യം തഴയ്ക്കും. എന്നെ തഴയ്ക്കാൻ അവൻ വിളിച്ചത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, എന്റെ ശരീരത്തിൽ എത്ര നേരം നിനക്ക് നിൽക്കാൻ പറ്റും? ഞാൻ ഇതിനെ വകവെക്കുന്ന ഒരാളല്ല. കാരണം എന്നോട് കൂടെ ഒരുവനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ ദൈവം എൻ്റെ കൂടെ ഉള്ളിടത്തോളം ഞാൻ ക്ഷീണിക്കുകയില്ല. നിങ്ങൾക്ക് കേൾക്കണമോ പ്രിയമുള്ളവരെ? ഞാൻ പറഞ്ഞു, എന്റെ കാലാഗതികൾ ഇരിക്കുന്നത് വിശാലം നിന്റെ കരങ്ങളിലല്ല. എന്റെ കാലാഗതികൾ ഇരിക്കുന്നത് എൻ്റെ അപ്പന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. എനിക്കൊരു ഭവനം എൻ്റെ അപ്പൻ ഒരുക്കുന്നുണ്ട്. അവിടെ ഞാൻ എത്തുന്നത് വരെയും എന്നെ പിടിച്ചിരിക്കുന്ന കരം ശക്തമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഭയപ്പെടുകയോ ഭാരപ്പെടുകയോ ഇല്ല. അവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുവാൻ അവൻ ഞാൻ വളരെ ആത്മാവിൽ പ്രഖ്യാപിക്കാനിടയായി. പ്രിയമുള്ളവരെ, അതിനു മുന്നേ ഞാനൊന്ന് ഉറങ്ങിയപ്പോ എന്റെ സന്തോഷിച്ചാൻ എന്ത് ചെയ്തു? എത്ര വിളിക്കാൻ പറ്റുന്നവരെയൊക്കെ വിളിച്ച് എന്ത് ചെയ്തു? പറഞ്ഞു ഹല്ലേലൂയ. അപ്പോഴത്തേക്ക് എനിക്ക് ഫോൺ കോൾ വന്നു പ്രാർത്ഥിക്കാൻ. അപ്പോഴെല്ലാം ഞാൻ ഇതേ വാക്കുകളാ പറഞ്ഞത്. ഇതിലൊന്നും ഞാൻ ക്ഷീണിക്കില്ല, ഇതൊന്നും കണ്ട് ഞാൻ തളരത്തില്ല. കാരണം ഇതിലും വലിയ അവസ്ഥയിലൂടെ പോയപ്പോൾ എൻ്റെ കിടക്കയ്ക്കരികിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്, ഒരപ്പ എനിക്കുണ്ട്. ഇന്നും അവൻ എനിക്ക് വേണ്ടി ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചില പ്രയാസങ്ങളിലൂടെ പോയാലും ആമേൻ, എനിക്കത് വിഷയമല്ല. അതിൽ നിന്ന് എന്നെ വിടിവിപ്പാൻ അവൻ ശക്തനാണ്. പിറ്റേ ദിവസം രാവിലെ അന്ന് ഒരു പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, 7 ദിവസത്തിനകം ഒരു റിസൾട്ട് സിസ്റ്ററിന് ഉണ്ടാകും, ഒരു ടെസ്റ്റ് മണി ഉണ്ടാകുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണമോ? പിറ്റേ ദിവസം തൊട്ട് നീര് മാറി ഇന്ന് വരെ ആ തലയുടെ പെയിനോ നീരോ എനിക്ക് വന്നിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ആമവാദം നോർമലാണ്. ആ നോർമൽ സ്റ്റേജിൽ നിന്ന് 1% മാത്രമേ അധികമുള്ളൂ. അത് പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഹല്ലേലൂയ. ഞാൻ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. മനസ്സിലായോ പ്രിയമുള്ളവരെ? നമ്മൾ എന്താണോ ഡിക്ലെയർ ചെയ്യുന്നത്, വചനം നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. വചനം നിങ്ങൾ പ്രതികൂലത്തോട് നിങ്ങൾ സംസാരിക്കണം, രോഗത്തോട് നിങ്ങൾ സംസാരിക്കണം. ഞാൻ എൻ്റെ അനുഭവമാ പറഞ്ഞത്, മറ്റൊരാളിന്റെ അനുഭവം എടുത്തല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. തലയ്ക്ക് മൊത്തം നീര് വരുമ്പോൾ എന്തായാലും ഒരു ഭയം തോന്നും, മുഖത്ത് മൊത്തം നീരാ. ഇന്നത്തെ രോഗങ്ങൾ അങ്ങനെയാണല്ലോ പ്രിയമുള്ളവരെ. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിൽ ആമേൻ ഉറപ്പുള്ളവളായതുകൊണ്ട് അതെവിടേക്ക് പോയി മറിഞ്ഞെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ സാരം, ചിലർക്ക് ഈ പ്രതിസന്ധി വരുമ്പോ ഏകാഗ്രതയൊക്കെ അങ്ങ് പോകും, ലക്ഷ്യമൊക്കെ അങ്ങ് പോകും. എങ്ങനെയെങ്കിലും പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്ന ലക്ഷ്യമാ. അതുകൊണ്ട് നമ്മുടെ ഫോണിൽ നമ്മുടെ എത്ര നമ്പർ ഉണ്ടോ അത്രയും ദൈവദാസന്മാരെ അല്ലെങ്കിൽ ദൈവമക്കളെയൊക്കെ നമ്മൾ വിളിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആമേൻ. പ്രിയമുള്ളവരെ, വചനം എന്താ പറയുന്നത്? ഹല്ലേലൂയ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, അല്ലേ? ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. അവർ കുനിഞ്ഞു വീണുപോയി, ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഒരു ദൈവ പൈതലിന്റെ ആശ്രയം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എന്തെങ്കിലും അല്ല. അവന്റെ ആശ്രയം പൂർണ്ണമായി ദൈവത്തിലാണ്. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആശ്രയം ദൈവമാണ്, മറ്റൊന്നിലേക്ക് ഞാൻ ആശ്രയം വെച്ചിട്ടില്ല. എങ്കിൽ നീ ഒരിക്കലും കുനാമേൻ തല കുനിയാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഈ പൗലോസ് തന്റെ ഉദ്ദേശത്തിൽ നിന്ന് തന്നെ ആമേൻ പിന്തിരിപ്പിക്കുവാൻ, ആമേൻ ഹല്ലേലൂയ, വ്യതിചലിക്കുവാൻ താൻ ഒന്നിനെയും അനുവദിച്ചില്ല. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന ഒന്നിനും നാം അവസരം കൊടുക്കരുത്. നമുക്കൊറ്റ ലക്ഷ്യമാണ്, നമുക്ക് നമ്മുടെ കർത്താവിനെ കാണണം, അല്ലേ? കാണണ്ടേ? അങ്ങ് ചെല്ലണ്ടേ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ അതിൽ നിന്ന് പുറകിലോട്ട് വലിക്കുന്നതിനൊന്നും ഞാൻ അവസരം കൊടുക്കത്തില്ല.
ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ പിൻപിലുള്ളത് മറക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതായത് അവൻ പുറകിലോട്ട് നോക്കുന്നില്ല, അതായത് തന്റെ പരാജയങ്ങളിലേക്ക് നോക്കുന്നില്ല, താൻ അതൊക്കെ പറഞ്ഞ് വിഷാദിച്ചിരിക്കുന്നില്ല. കരം ഉയർത്തി സ്തുതിക്കാമോ? ആമേൻ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ പരാജയങ്ങളിലേക്ക് നോക്കരുത്. ചിലരുണ്ടല്ലോ, ഈ കഴിഞ്ഞു പോയത് മറക്കാൻ കഴിയാത്തവരുണ്ട്, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ചിലര് പറയാറുണ്ടല്ലോ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഞാൻ ഈ കുടുംബത്തിൽ വരാതിരുന്നെങ്കിൽ, അല്ലേ, ആമേൻ, എനിക്ക് നല്ല വിവാഹാലോചന വന്നതാണ് എൻ്റെ, ആമേൻ, സ്തോത്രം, പക്ഷേ ഞാനിപ്പോ ഇങ്ങനെ ആയില്ലായിരുന്നെങ്കിൽ ഞാൻ നല്ല ശുശ്രൂഷയിലായിരുന്നേനെ. ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ആത്മീക എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾ പറയും, നല്ല ആലോചനയൊക്കെ വന്നപ്പോ എന്ത് ചെയ്തില്ല, ഞാൻ അന്ന് അത് സമ്മതിച്ചു കൊടുത്തില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾ ഈ കഴിഞ്ഞു പോയതിനെ എന്ത് ചെയ്യും, ഇങ്ങനെ അയവിറക്കുന്നവരാ, അല്ലേ. ആമേൻ, സ്തോത്രം. നമ്മൾ അങ്ങനെ എത്താതിരുന്നെങ്കിൽ, ആ രോഗം വരാതിരുന്നെങ്കിൽ, ആ കഷ്ടത വരാതിരുന്നെങ്കിൽ, ഞാൻ ഇന്ന് എന്ത് ചെയ്തേനെ. അല്ല, പ്രിയമുള്ള ദൈവത്തിന്റെ വൈതലേ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ പഴയത് പറഞ്ഞുകൊണ്ടിരുന്നാൽ, നമ്മുടെ പരാജയങ്ങളെ നോക്കിക്കൊണ്ടിരുന്നാൽ, നമ്മൾ ഡൗൺ ആയി പോകും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പരാജയങ്ങളെ നാം നോക്കരുത്, നാം എന്തായിരിക്കുന്നു എന്നോ നോക്കരുത്. കാരണം നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവമാണ്. നിനക്ക് ദൈവമായി വാഞ്ചയുണ്ടെങ്കിൽ, നിനക്ക് ദൈവമായി ബന്ധമുണ്ടെങ്കിൽ, നിന്നെ ദൈവം വളർത്തിയിരിക്കും. അതിനകത്ത് എത്ര തടസ്സം വന്നാലും, അതിനകത്ത് ആരൊക്കെ എതിര് നിന്നാലും, ഇന്ന് രാത്രി ഞാൻ പറയാം, നീ വളർന്നിരിക്കുമെന്നേ. വളർന്നിരിക്കും. ഇതാരോടുള്ള ദൈവ ശബ്ദമാണ്. അതിന് കാരണം വളർത്തുന്നത് ദൈവമാ. നട്ടവൻ ഒരുവനായിരിക്കും, നനച്ചത് വേറൊരാളായിരിക്കും. പക്ഷേ നീ മനസ്സിലാക്കണം, നിന്റെ വളർച്ചയുടെ സകല ഉത്തരവാദി അത് ദൈവമാണെന്നേ. പറ 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 2026 ഞാൻ വളരും. ഹല്ലേലൂയ. 2026 ഞാൻ തഴയ്ക്കും, എന്റെ തലമുറ തഴയ്ക്കും, എന്റെ മിനിസ്ട്രി തഴയ്ക്കും, എന്റെ ആരോഗ്യം തഴയ്ക്കും, എന്റെ ഫൈനാൻസ് മേഖല അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എനിക്കറിയാം, ചിലരെയൊക്കെ ആഴമായി ബലപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അതുകൊണ്ട് പറ, വന്നതെല്ലാം നല്ലതിനാ. ആമേൻ. തിന്മയ്ക്കായിട്ട് അവൻ എനിക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. റബാനാഥാരാധാര. തന്റെ തെറ്റുകളെയും ആ പാപങ്ങളെയും നോക്കി ആമേൻ പൗലോസ് ഇരുന്നില്ല. ആമേൻ. തന്റെ കാര്യങ്ങളെ ഓർത്തത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലാന്ന് പൗലോസിന് അറിയാം. ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. നോക്കണമേ, പൗലോസ് ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരുവനെ പോലെയാണെന്ന് അവന് ഉറപ്പുണ്ടെന്നേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നോക്കണമേ, പ്രിയമുള്ളവരെ, എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്, ഞാൻ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരുവനെ പോലെയാണ്, എനിക്ക് ഓടി തികയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടോ? ആമേൻ. ഈ സ്തോത്രം ചർച്ചുമായി ഒരു ബന്ധവും കാണത്തില്ല. ചിലപ്പോ 1-2 ദിവസമായിരിക്കും ചർച്ചിൽ പോയിരിക്കുന്നത്. അവരെ കുറിച്ച് മരിക്കുമ്പോ എഴുതും, നല്ല പോർ പൊരുതി, അല്ലേ, ഓട്ട തികച്ചു, വിശ്വാസം കാത്തു. അവർക്ക് 2-3 ദിവസമായിരിക്കും അവര് ചർച്ചിൽ പോയിട്ടുള്ളത്. പക്ഷെ പൗലോസ് എന്താ പറഞ്ഞേ? ഹല്ലേലൂയ, അല്ലേ, പൊരുതി, ആമേൻ, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. ആമേൻ. അത് വിവരിക്കാൻ ഈ വചനം എനിക്ക് ഫിനിഷ് ചെയ്യുന്ന ഉള്ളത് കൊണ്ട് ഞാനത് വിടുകയാണ്. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഹല്ലേലൂയ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നീ ഒരു ഓട്ടക്കളത്തിനകത്താണ്. കാരണം പുറകിലോട്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെ വേഗത കുറയും. ലൂക്കോസ് 9:62 പറയുന്നല്ലോ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നവനൊന്നും ദൈവരാജ്യത്തിന്
കൊള്ളാവുന്നവനല്ല. ഹല്ലേലൂയ. നിന്റെ മേലൊരു വിളിയുണ്ട്, നിന്റെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ട്, നിനക്ക് വേണ്ടി ചിലതവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നിന്റെ ഓട്ടത്തിന്റെ വേഗതയെ കുറയ്ക്കുന്ന ചിലത് നിന്റെ ജീവിതത്തിൽ ആമേൻ കയറി വരുമ്പോൾ നീ ഒരിക്കലും അതിൽ അഡിക്റ്റായി പോകരുത്. നീ ആമേൻ ലക്ഷ്യം തെറ്റി പോകരുത്. അതിന് നീ അവസരം കൊടുക്കരുത്. ആമേൻ നീ അതിന് അവസരം കൊടുത്താൽ നിന്റെ ഓട്ടത്തിന്റെ വേഗത കുറയും. 2026 ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് പറയുകയാണ്, നിനക്കൊത്തിരി ഓടാനുണ്ട്, ഓടാനുണ്ട്, ഓടാനുണ്ട്. അതെ, എൽസി ജോൺ അല്ലെ? ആമേൻ. എൽസി ജോൺ ആമേൻ. പ്രിയ സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, 2026 നിങ്ങൾ ചില പൂർത്തീകരണം കാണും. പൂർത്തീകരണം കാണാൻ കഴിയാതെ കിടക്കുന്ന ചില മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതെങ്ങനെ പൂർത്തീകരണം കാണുമെന്നും നിങ്ങൾക്കറിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്, 2026 നീ അതിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിനക്ക് ഒത്തിരി ഓടേണ്ടതായിട്ടുണ്ടെന്ന് ആത്മാവ് ഇടപെടുകയാണ്. പലതും കഴിഞ്ഞ നാളുകൾ നിന്റെ ജീവിതത്തിൽ തടയപ്പെട്ടു, നിന്റെ മുന്നേറ്റങ്ങൾ തടയപ്പെട്ടു, നിന്റെ അതിരുകളെ ആമേൻ ഇടുങ്ങിപ്പോയി. പക്ഷെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പറയുന്നു, ഈ ദിവസങ്ങൾ തന്നെ നിന്റെ പരിധികളെ പൊളിച്ചു കളഞ്ഞിട്ട് നീ ആഗ്രഹിക്കുന്ന ഒരു മേഖലയുണ്ട്, നീ വെമ്പൽ കൊള്ളുന്ന ഒരു മേഖലയുണ്ട്. കർത്താവ് എപ്പോ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് പലപ്പോഴും വളരെ ഹൃദയവേദനയോടെ ദൈവസന്നിധിയിൽ നിന്ന് നീ കരയാറുണ്ട്, നീ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പ നീ കാണുന്നില്ലേ? അതെ, ഇന്ന് രാത്രി ആമേൻ എൽസി ജോൺ സിസ്റ്ററിനോട് പറയുകയാണ്, അപ്പയത് കാണുന്നുണ്ട്, കാണുന്നുണ്ട്. പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ചിതറിക്കിടന്ന അസ്ഥികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചപ്പോൾ ഒരു സൈന്യമായി നിന്നതുപോലെ ചിതറിയ ചില മേഖലകളെ ദൈവം ഈ ദിവസങ്ങൾ ഒന്നിപ്പിക്കുമെന്ന് പ്രിയ എൽസി ജോൺ സിസ്റ്ററിനോട് ഉറപ്പിച്ചുകൊണ്ട് ദൂത് കൈമാറുകയാണ്. നിന്റെ ചില ആഴമേറിയ ചോദ്യങ്ങൾ, നിന്റെ ചില ആഴമേറിയ മുറിവുകൾ, ആരോടും പറയാൻ പറ്റാത്ത ചില സങ്കടങ്ങൾ പരിശുദ്ധാത്മാവ് അത് ദർശിക്കുകയാണ്. ഈ ദിവസങ്ങൾ നീ അവനോട് പറ്റിയിരിക്കുക. 2026 നീ ആമേൻ അനേകവരോട് സാക്ഷ്യം പറയുന്ന ഒരു ദിനം നിനക്കുണ്ടെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ആമേൻ, നമ്മൾ എന്ത് ചെയ്യരുത്? പുറകിലോട്ട് നോക്കരുത്. ഹല്ലേലൂയ. അന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടത്തിന് തടസ്സമായിരിക്കുന്ന, ദൈവ സാന്നിധ്യത്തിന് തടസ്സമായിരിക്കുന്ന, നീയും നിന്റെ ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സമായിരിക്കുന്നതിനൊന്നും നീ അവസരം കൊടുക്കരുത്. അതെത്ര ആമേൻ പ്രിയമായിരുന്നാലും, ഇനി മറ്റേതെങ്കിലും മേഖലയാണെങ്കിലും, ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ബൈ പറയേണ്ടതിനോട് നീ ബൈ പറയണം. ആമേൻ. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദൈവമാണെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ബൈ പറയേണ്ട ബന്ധങ്ങളോട് നീ ബൈ പറയണം. ആമേൻ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പ്രിയമുള്ളവരെ, ദൈവഹിതമില്ലാത്ത ആരുമായി ഞാൻ കണക്റ്റഡ് ആകാൻ അനുവദിക്കരുത്. ദൈവഹിതമില്ലാത്തൊരു വേദിയിലേക്ക് എന്നെ അയക്കരുത്. ദൈവഹിതമില്ലാത്തൊരു നന്മ എന്റെ കരത്തിലേക്ക് വരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ബന്ധങ്ങൾ നമ്മളെ വളർത്തും, എന്നാൽ ചില ബന്ധങ്ങൾ നമ്മളെ വളർത്തുകയില്ല. നാം അത് തിരിച്ചറിയണം, തിരിച്ചറിയണം. ഹല്ലേലൂയ. ബൈ പറയേണ്ടതിനോട് നീ പറയണം. നിന്റെ വേഗതയ്ക്ക്, അതായത് നിന്റെ ഓട്ടത്തിനൊരു വേഗതയുണ്ട്, നിന്റെ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ തടയുന്നതിനൊന്നും നീ അവസരം കൊടുക്കരുതെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ സംസാരിക്കുകയാണ്. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞോ. നിന്റെ കാര്യങ്ങളെ ദൈവം നോക്കിക്കൊള്ളും.
ഹല്ലേലൂയ. ആമേൻ. എബ്രായർ 12 ആമേൻ 2 പറയുന്നില്ലേ, വിശ്വാസത്തിന്റെ നായകൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ബിൻസെന്റ് എന്നാണ്, ബിൻസെന്റ് മാത്യു. ഹല്ലേലൂയ. അങ്ങനെയല്ലേ പേര്? യെസ്. ആമേൻ. ആ അച്ഛനോട് പരിശുദ്ധാത്മ പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് മാത്രം നീ നോക്കിയത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ തകർത്തു കളയാൻ മനുഷ്യനും പിശാചും ഒരുപോലെ പ്രവർത്തിച്ച മേഖലകളിൽ നീ നിന്നതെന്ന് ആത്മാവ് ഇടപെടുകയാണ്. എന്റെ ദാസനെ, ചില ആഗ്രഹങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ദൈവനാമത്തെ കുറിച്ചുള്ള ചിലപ്പോ നിന്നെ ആരും മനസ്സിലാക്കാത്തതുപോലെ ഒരു വേദനയുടെ ആഴം നിനക്കുണ്ട്. രവന റികൽക്കന രഗജഗത്തുനി അറകൽ കവന രഗത്തുനാദന റികൽക്കന രഗജഗസി. അകവും പുറവും ഒരുപോലെ തന്നെയാണ് നീ ഇടപെടുന്നതെങ്കിൽ ചിലപ്പോഴൊക്കെ കിട്ടുന്ന തിക്ത അനുഭവങ്ങൾ സഹിക്കാൻ കഴിയുന്നതിലും വഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് ദൈവാത്മാവ് പ്രിയ അച്ഛനോട് ആലോചന പറയുകയാണ്. എന്നാൽ ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തതയോടെ പറയുകയാണ്, നീ കടന്നുപോയ ചില തിക്ത അനുഭവങ്ങളുടെ നടുവിൽ ഈ ദിവസങ്ങൾ ആ പ്രാണപ്രിയനെ ആഴമായൊന്ന് രുചിച്ചറിയാൻ നീ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങൾ വേറിട്ട് നീ ഇരിക്ക്. കല്ലായ ചില ഉള്ളങ്ങളെ അവൻ മെഴുകുപോലെ ഉരുക്കിക്കൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിനങ്ങൾ വിദൂരമല്ലെന്ന് പ്രിയ അച്ഛനോട് ആത്മാവ് ആലോചന പറയുകയാണ്. നീ വേറിട്ടെന്റെ സന്നിധിയിലൊന്ന് ഇരിക്ക്. ആ വേറിട്ടിരിക്കുന്ന സമയം നീ പ്രതീക്ഷിക്കാത്ത ചിലത് നിന്നെ തേടി വരുമെന്ന് ആത്മാവ് ദൂത് കൈമാറുകയാണ്. ആത്മാവ് പറയുന്നു, ചതഞ്ഞ ഓട് അവൻ ഒടിക്കത്തില്ലെന്നേ, പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല. നിന്റെ തല ഉയർത്തുന്ന വർഷമാണെന്ന് ആത്മാവ് ഇടപെടുകയാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നീ പറ, യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയം, ഓ എന്റെ ഗോപുരവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. തല ഉയർത്തി നിൽക്കത്തക്ക നിലകൾ, ചില മേഖലകൾ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നത് ആത്മാവ് ദൂത് കൈമാറുകയാണ്. അസാധാരണമായ ഒരു പ്രസൻസ് ആ അച്ചായനെ തൊടട്ടെ, ഇപ്പോൾ തൊടട്ടെ, ആ ശരീരത്തെ തൊടട്ടെ. ചില ഹൃദയങ്ങളെ ഈ സമയം പരിശുദ്ധാത്മാവ് തണുപ്പിക്കുകയാണ്. ചില ഹൃദയങ്ങളിലെ ടെൻഷനുകൾ ദൂരത്താകുകയാണ്. അകന്നിരിക്കുന്ന ചില ബന്ധങ്ങൾ, നീ ഒരു തെറ്റും ചെയ്യാതെ നിന്നിൽ നിന്ന് അകന്നു മാറിയ ചിലർ ഈ ദിവസങ്ങൾ നിന്റെ അടുക്കലേക്ക് ആമേൻ വരാൻ പോകുകയാണ്. ആമേൻ. ചിലരോട് ദൈവാത്മാ പറയുന്നു, നിന്റെ നീതി വെളിപ്പെടാൻ സമയമായി. നീതി നിമിത്തം വേദനിക്കപ്പെട്ട ചിലരെ പരിശുദ്ധാത്മാവ് കാണുകയാണ്. ആത്മാവ് പറയുകയാണ്, നിന്റെ നീതി വെളിപ്പെടാൻ സമയമായി. നീ എന്ത് ചെയ്താൽ മതി? ലക്ഷ്യം തെറ്റരുത്. നിനക്കൊരോട്ടമുണ്ട്. ആമേൻ. നീ ഓടി തികക്കേണ്ടവളാ, നീ ഓടി തികക്കേണ്ടവനാണ്. 2026 നിനക്കൊരോട്ടമുണ്ട്. ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുകയാണ്. അതുകൊണ്ട് വേഗതയെ കുറയ്ക്കുന്ന അനവധി ആമേൻ സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിൽ വരും. പക്ഷേ വേഗതയെ കുറയ്ക്കുന്നതിനൊന്നും നീ അവസരം കൊടുക്കരുത്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. കാരണം പൗലോസ് വേഗത കുറഞ്ഞാലുണ്ടല്ലോ, അവനൊരു പരമ വിളിയുണ്ട്. ആ പരമ വിളിയുടെ ലാക്കിലേക്ക് വിരുദിനായി ഓടാൻ അവന് കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, ആമേൻ, നിനക്ക് ആ വിരുദിനായി ഓടണമോ, അവന്റെ ലാക്കിലേക്ക് ഓടണമോ? ഞാൻ പറയാം, ഇത് പറയുമ്പോൾ പൗലോസ് ഒരു ചത്ത
ജീവനില്ലാത്തൊരു ക്രിസ്ത്യാനിയല്ല. ആമേൻ. ഈവൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലേ, ആമേൻ, സ്തോത്രം. ആമേൻ. ആ കുഞ്ഞിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നുവെന്ന്. ഈ ദിവസങ്ങളിൽ നിന്നെ ശക്തീകരിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. നീ മോചനം പ്രതീക്ഷിക്കുന്ന ചില മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് ആത്മാവ് ഇടപെടുകയാണ്. സമയം തീർന്നല്ലോ, ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. നോക്കണമേ, പൗലോസ് ജീവനില്ലാത്തൊരു ക്രിസ്ത്യാനിയല്ല. അല്ല, നമ്മളും ആമേൻ അങ്ങനെയാണോ? അല്ല. ഹല്ലേലൂയ. പൗലോസ് ആവേശത്തോടും ചുറുചുറുക്കോടും ഉന്മേഷത്തോടും നിന്ന ആ ഒരു വ്യക്തിത്വമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, ക്രിസ്തു നിന്റെ അകത്തുണ്ടോ? പുത്രൻ നിന്റെ അകത്തുണ്ടോ? നിന്റെ അകത്ത് ജീവനുണ്ടെന്ന്. ഹല്ലേലൂയ. ജീവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ, ആമേൻ, പുത്രന്റെ ജീവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ, പുനരുത്ഥാനത്തിന്റെ ശക്തി നിനക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ ഓടും. ഏത് പ്രതിസന്ധിയിലും നീ ഓടും. കാരണം നീ ഓടാൻ നിന്റെ അകത്തൊരു ജീവനുണ്ട്. ആ പുത്രന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. നിന്നെ പ്രാപ്തനാക്കുന്നത് ആ ശക്തിയാണ്. നമ്മൾ നമ്മെ തന്നെ പൂർണ്ണമായി അവന്റെ കരങ്ങൾ സമർപ്പിക്കുമ്പോൾ, നാം അവനെ അനുസരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഭാരങ്ങളെ വിട്ട്, വചനം പറയുന്നില്ലേ, എല്ലാ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാനാ. നീ ഓടുന്നെങ്കിൽ സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. നിന്നെ ഓടാനാ വിളിച്ചത്. 2 ദിവസം ആത്മീകമായി ബലപ്പെട്ട്, 3-ന്റെ അന്ന് പാട്ടില്ല, പ്രാർത്ഥനയില്ല, ആമേൻ, ആത്മാവിന്റെ ശക്തിയില്ല, പ്രശ്നം വരുമ്പോൾ ക്ഷീണിക്കുന്നതല്ലെന്നേ നിന്റെ ക്രിസ്തീയ ജീവിതം. യേശുവിന്റെ നാമത്തിൽ പറ, ഞാൻ ചുറുചുറുക്കോടെ എന്റെ അപ്പന് വേണ്ടി നിൽക്കും. ഈ വർഷം ഞാൻ ഉണർവോടെ എന്റെ അപ്പന് വേണ്ടി നിൽക്കും. ഞാൻ ജീവനില്ലാത്തൊരു ക്രിസ്ത്യാനിയല്ല. എന്റെ ക്രിസ്ത്യാനിത്വം ജീവനുള്ളതാണ്. മരണത്തെയും രോഗത്തെ ഭയക്കാത്തതാണ്. ഇന്ന് രാത്രി അസാധാരണമായ അനോയിന്റിങ്, ചില കരുത്തേറിയ അഭിഷേകം ചിലരുടെ മേൽ വന്ന് പതിയുകയാണ്. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആ ഓട്ടം ഓടുമ്പോൾ വരയ്ക്ക് വെളിയിലൂടെ നാം ഓടരുത്. വരയ്ക്കകത്ത് നിന്ന് തന്നെ നാം ഓടാൻ ശ്രദ്ധിക്കണം. വരയ്ക്ക് വെളിയിൽ നീ പോയാൽ നീ കൈവിടപ്പെട്ടു പോകും. ഞാൻ എന്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കാം. എനിക്ക് തന്ന സമയം തീരാറായി. അതേ പ്രിയമുള്ളവരെ, നിന്റെ ഓട്ടം വരയ്ക്കകത്താകട്ടെ, വരയ്ക്കകത്താകട്ടെ. വരയ്ക്ക് വെളിയിലൂടെ നീ ഓടരുത്. ആമേൻ. നിനക്കൊരു ട്രാക്കുണ്ട്. ട്രാക്ക് തെറ്റി നീ ഓടിയാൽ നീ കൈവിടപ്പെട്ടു പോകും. ആമേൻ. എത്ര പ്രതിസന്ധികൾ നിനക്ക് നേരെ വന്നാലും ഇന്ന് രാത്രി ഒരു തീരുമാനമെടു. അപ്പാ, ട്രാക്ക് തെറ്റി ഓടുന്നതൊന്നും എനിക്ക് വേണ്ട. എന്റെ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കുന്നതൊന്നും എനിക്ക് വേണ്ട. ഈ ഓട്ടത്തിന്റെ അവസാനമേ, അതേ ബദേൽ മേത്യോച്ച, ഈ ഓട്ടത്തിന്റെ അവസാനമേ, ഈ പൗലോസിന് ഒന്ന് ആഗ്രഹിച്ചത്, ആമേൻ, ഈ ഓട്ടത്തിന്റെ അവസാനം പൗലോസ് ആഗ്രഹിച്ചത് ക്രിസ്തുവുമായുള്ള പൂർണ്ണ സംസർഗമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കൂട്ടവകാശിയും അവന്റെ തേജസ്സിന്റെ പങ്കാളിയുമായി തീരാൻ, അതാണ് പൗലോസ് ആഗ്രഹിച്ചത്. അതെ അച്ഛന്റെ ഓട്ടത്തിനൊരു പ്രതിഫലമുണ്ട്. ആ തീഷ്ണതയ്ക്കൊരു പ്രതിഫലമുണ്ട്. ആ എരിവിനൊരു പ്രതിഫലമുണ്ട്. അച്ഛൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ നാമമഹത്വത്തിനാണ്. കഴിഞ്ഞ കാലങ്ങൾ ഓടിയതിനേക്കാൾ ഇന്ന് രാത്രി മുതൽ നിന്റെ സീസൺ തിരിയുകയാണ്. ആ ഓട്ടത്തിനായുള്ള ഒരു അധിക വ്യഗ്രത, ആ ഓട്ടത്തിനായുള്ള ഒരു കരുത്തേറിയ അനോയിന്റിങ് ഇന്ന് രാത്രി അച്ഛന്റെ മേൽ വന്ന് പതിയുകയാണ്. പൗലോസിന്റെ ഓട്ടത്തിന്റെ അവസാനം എന്തെന്നറിയാമോ? അവന്റെ കൂട്ടവകാശി, ആമേൻ, ഹല്ലേലൂയ, തേജസ്സിന്റെ പങ്കാളി. അത് വിവരിക്കാനുണ്ടെങ്കിലും 2.5 മണിക്കൂർ പ്രസംഗിച്ചാലും തീരാത്ത മെസ്സേജാണ്. ഞാൻ വേഗം പറഞ്ഞു പോകുകയാണ്. പൗലോസ് ഇവിടെ ആമേൻ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. അതേ പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആരാണ് തികഞ്ഞവൻ? ഹല്ലേലൂയ. ഇവിടെ പറയുന്നല്ലോ,
ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനോ എന്നല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതെ, തികഞ്ഞവൻ ആരാണ്? ഹല്ലേലൂയ. ഇതുവരെയും അത് ലഭിച്ചു എന്ന് ആമേൻ ക്രിസ്ത്യാനികൾക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവ മക്കൾ ആമേൻ ഹല്ലേലൂയ ആമേൻ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ഓടുന്നവരാണ്. ആമേൻ തികഞ്ഞവർ ഒരിക്കലും പുറകിലോട്ട് നോക്കത്തില്ല, പ്രതിസന്ധിയെ നോക്കത്തില്ല, പാപത്തിൽ വീഴത്തില്ല, ലക്ഷ്യത്തെ തെറ്റിക്കുന്നതിനൊന്നും ഹല്ലേലൂയ അവസരം കൊടുക്കത്തില്ല. അതാ തികഞ്ഞവന്റെ ക്വാളിറ്റി. ഇന്ന് രാത്രി നീ ഏത് പട്ടികയിലാണ്? ജീവിതത്തിൽ ഏകാഗ്രത ചിത്തമുള്ളവരായി ആമേൻ ആമേൻ ഇരിക്കാൻ തികഞ്ഞവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നിന്നെ അവൻ കണ്ടിരിക്കുന്നത് തികഞ്ഞവനായി ഓടാനാ, തികഞ്ഞവളായി ഓടാനാ. ഓ ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാണ്. ഒന്നേൽപ്പിച്ചുകൊണ്ട് ആ സാന്നിധ്യം നിന്റെ മേൽ ഇന്ന് രാത്രി പകരുകയാണ്. ചില മേഖലകൾ അങ്ങനെ ആകാൻ നിനക്ക് കഴിയുന്നില്ല, ചില സാഹചര്യങ്ങൾ നിനക്കത് കഴിയുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി പ്രത്യേകമായ അനോയിന്റിങ് ചിലരുടെ മേൽ വീഴുകയാണ്, ചിലരുടെ മേൽ വന്ന് പതിയുകയാണ്. പൗലോസിന്റെ പ്രധാനമായ ഒരാഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ: ക്രിസ്തുവിനെ അറിയുക, അവനെ പോലെ ആയി തീരുക. എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ 2026 എനിക്ക് കൂടുതലായി അവനെ അറിയണം, എനിക്ക് അവനിൽ വസിക്കണം, എനിക്ക് അവന്റെ പ്രസൻസിൽ ജീവിക്കണോ? ചിലര് തൊടുതു അതിനായി വാഞ്ചിക്കുന്ന ചിലര് പരിശുദ്ധാത്മാവ് തൊടുകയാണ്. നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് നാം നടക്കണം, നാം പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപ അനുസരിച്ച് നാം നടക്കണം. അതേ, നിന്നെ കാണുമ്പോൾ ശത്രു ഭയക്കണം. നിന്റെ പോരിന്റെ ആയുധങ്ങൾ അത് ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവ തന്നെ. ഇന്ന് രാത്രി ചിലരെ ശക്തീകരിക്കുക, ഒരു പുതുക്കം നിന്നിൽ ഇന്ന് രാത്രി ആത്മാവ് ഇടുകയാണ്. ഒരു ഓട്ടത്തിനായി തികഞ്ഞവനായി ഓടുവാൻ നിന്റെ പ്രവചന ശുശ്രൂഷ മാറുകയാണ്, നിന്റെ കാഴ്ചപ്പാട് മാറുകയാണ്, നിന്റെ വചന ശുശ്രൂഷ മാറുകയാണ്. ഓ ആമേൻ. അസാധാരണമായ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ, വ്യക്തികളെ തൊടട്ടെ. ഓ ചിലത് ആത്മാവിൽ കുടഞ്ഞെഴുന്നേൽക്കട്ടെ. പൗലോസിന്റെ കൈക്ക് ചുറ്റി അണലിയെ അവൻ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞതുപോലെ ഇന്ന് രാത്രി ചിലത് കുടഞ്ഞെഴുന്നേൽക്കട്ടെ. വേഗത്തിൽ ഓ നിന്റെ വേഗത കൂടാൻ പോകുകയാ, നിന്റെ വേഗത കൂടാൻ പോകുകയാ. നീ ഇരിക്കുന്നിടത്ത് ആ മഹത്വം ചലിക്കുകയാണ്, നിന്റെ ശരീരത്തിൽ ആ മഹത്വം ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ഏൽപ്പിച്ചുകൊണ്ട് ചില സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കട്ടെ, ചില ഡോറുകൾ ഇതിനകത്ത് തുറക്കട്ടെ. ചില വ്യക്തികൾ ദൈവനാമ മഹത്വത്തിനായി വേഗത കുറയാതെ ഓടുന്ന അഭിഷേകത്തെ ഞാൻ എന്റെ വാക്കിനെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. ആമേൻ. ആരെങ്കിലും ഇതിനകത്ത് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ വരെ ഓടിയതുപോലെയല്ല, എനിക്ക് അതിനേക്കാൾ വേഗതയോടെ എന്നെ ഇത്രത്തോളം വിടുവിച്ച് എന്നെ ഞാനാക്കി തീർത്ത എന്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ശക്തിയോടെ ഓടണം. അങ്ങനെയുള്ളവരുടെ കരങ്ങളൊന്ന് ഉയർന്നിരിക്കട്ടെ. ഞാൻ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങൾ അപ്പനോട് പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് തികഞ്ഞവനായി ഓടണം, ആ പൗലോസിനെ പോലെ. അപ്പാ, നിന്റെ രക്തം തന്ന എന്നെ വിലയ്ക്ക് വാങ്ങിയത്, എന്റെ ഓട്ടത്തിന് വേഗത കുറയുന്നതൊന്നും ഞാൻ അനുവദിച്ചു കൊടുക്കാതെയുള്ള ഒരു അനോയിന്റിങ് ഇന്ന് രാത്രി എന്റെ മേൽ ചലിക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ കരമുയർത്തി പിടിച്ചിരിക്കുന്ന സകല ദൈവദാസിദാസന്മാരെ, സകല ദൈവജനത്തിന്മേൽ ഒരു പുത്തൻ അനോയിന്റിങ്ങിനെ ഇന്ന് രാത്രി ഞാൻ റിലീസ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇവർ ഓടട്ടെ കർത്താവേ. ഇവരുടെ ഓട്ടത്തിന്റെ വേഗത കൂടട്ടെ, ഇവരുടെ പ്രാർത്ഥനയുടെ വേഗത കൂടട്ടെ, ഇവരുടെ വചന ധ്യാനത്തിന്റെ വേഗത കൂടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അസാധാരണമായ സാന്നിധ്യം ആ കരങ്ങൾക്കൊക്കെ ഇറങ്ങട്ടെ. ചിലത് ഇപ്പോൾ അത് അനുഭവിച്ചറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ
ചിലരെ അസാധാരണമായ സാന്നിധ്യം തൊടുകയാണ്. അസാധാരണമായ പ്രസൻസ് ചിലരെ തൊടുകയാണ്. ഇപ്പോൾ തൊടുകയാണ്. ആഗാമിന്റെ മുമ്പേ ആമേൻ ഹല്ലേലൂയ ആമേൻ ഏലിയാവ് ഓടിയതുപോലെ ഒരു അഭിഷേകത്തെ ഈ ജനത്തിന്റെ മേലിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നു മുതൽ ചില വ്യത്യാസങ്ങൾ അവരുടെ ആത്മീക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, ശാരീരികമായി, തലമുറപരമായി, മിനിസ്ട്രിപരമായി, ഫൈനാൻസ് പരമായി എല്ലാ മേഖലയിലും അവരത് അനുഭവിക്കട്ടെ. ദൈവം അത് ചെയ്തിരിക്കാൻ നന്ദി കർത്താവേ. കരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രത്യേക ബീന അജയ് സിസ്റ്ററിനെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തന്നെ നിലനിർത്തണമേ കർത്താവേ. ഒത്തിരി പ്രതിസന്ധികൾക്കകത്ത്, ഒത്തിരി വേദനകൾക്കകത്ത് ആമേൻ കയറി വന്നൊരു വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. ഇപ്പോഴും നിലനിൽക്കുന്നത് ദൈവത്തിന്റെ വലിയ ദയയാണ്. തന്നെ നിലനിർത്തണം, തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, തന്നിലൂടെ വലിയ കാര്യങ്ങളെ ദൈവം ചെയ്യണം. പൊന്നു കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രിയ സിസ്റ്ററിനെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കാനുള്ള സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം എന്നെ ബലപ്പെടുത്തിയ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് എനിക്ക് അവസരമൊരുക്കി തന്ന ബീന സിസ്റ്ററിനോടുമുള്ള നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ മിനിസ്ട്രി ഇന്ന് രാത്രിത്തെ ശുശ്രൂഷ ചിലരുടെ ജീവിതത്തിൽ അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിയും. ആമീൻ. എല്ലാവരോടുള്ള നന്ദി പറഞ്ഞ്, പ്രത്യേകിച്ച് ബീന സിസ്റ്ററിനോടുള്ള നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.